നമസ്കാരം. നേര്യമംഗലം സെറ്റിൽമെന്റ് കോളനിയിൽ താമസിക്കുന്ന ആദിവാസികളോട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവഗണന കാണിക്കുന്നുവെന്ന് ആരോപണം. നേര്യമംഗലത്തിന് സമീപമുള്ള സെറ്റിൽമെന്റ് കോളനിയിൽ കഴിഞ്ഞ ദിവസം ആന ശല്യമായപ്പോൾ കോളനി നിവാസികൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ തങ്ങളെ അവഗണിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടായത് എന്നാണ് അവർ ആരോപിക്കുന്നത്. ഇവരുടെ വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ ആരും തന്നെ ഇടപെടുന്നില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട് ഇവർ. കഴിഞ്ഞ ദിവസം ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ആന എത്തിയപ്പോൾ തളിക്കുളം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടെങ്കിലും ഇപ്പോൾ വരാൻ സാധിക്കില്ല എന്ന മറുപടിയാണ് ഇവർക്ക് ലഭിച്ചത്. മണിക്കൂറുകൾക്ക് ശേഷം നഗരംപാറ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെത്തിയാണ് ആനയെ ഓടിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു 9 മണിയായപ്പോൾ ഞങ്ങളുടെ പരിസരത്ത് ഒരു ആന വന്ന് നിന്നായിരുന്നു. പക്ഷേ എല്ലാവരോടും വിളിച്ചു പറഞ്ഞ് ഫോറസ്റ്റിൽ വിളിച്ചു പറഞ്ഞിട്ട് അവർ അത് ഞങ്ങളെ ആക്ഷേപിക്കുക ചെയ്തത്. അവരവിടെ ആവോൽച്ചാൽ സിറ്റിയിൽ ആന വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അവർ അങ്ങോട്ട് പോവുകയും ചെയ്തത്. ഞങ്ങളിവിടെ കിടന്ന് പേടിച്ചും വിറച്ചും പാറപ്പുറത്ത് കയറി ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെയായിട്ട് കയറിയിരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങൾ ലാസ്റ്റ് വിളിച്ചത് നമ്മുടെ കരിമണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവർ സാർമാരെല്ലാവരും വന്ന് ഗുണ്ട് പൊട്ടിക്കുകയും ആനേനെ ഓടിച്ചു വിടുകയും ചെയ്തു. ഞങ്ങളിവിടെ ജീവിക്കണേ എങ്ങനെയാണെന്നറിയാമോ? ഞങ്ങൾക്ക് ഇവിടെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസിൽ വന്ന് ഞങ്ങൾ ധർണ ഇരിക്കുകയും ചെയ്യും. അതിനൊരു തീരുമാനം തീർച്ചയായിട്ടും എടുക്കണമെന്ന് പറയാനല്ല, അല്ലെങ്കിൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് വെട്ടോ എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തണമെന്ന് ഞങ്ങൾ. കൃഷി നശിപ്പിച്ചോട്ടെ, ഞങ്ങൾക്ക് ജീവനെ പേടിച്ച് ഞങ്ങൾ എവിടെ ഇരിക്കും. ഞങ്ങൾ ഷെഡ് കെട്ടിയാൽ താമസിക്കുന്നത്. ഒരു വീട് വരെ ഞങ്ങൾ സർക്കാർ തരുന്നില്ല. വീട് ചോദിക്കുമ്പം പറയണം വീട് കെട്ടി എന്ന് പറയുമ്പോൾ അവർ പറയും നാളെ ആട്ടെ ഇന്നാട്ടെ നിങ്ങൾക്ക് എല്ലാം ശരിയാക്കി തരും എന്ന് പറയണവരെ. കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇന്ന് തരും മുല നാളെ തരും മുല എന്ന് ഈ പറച്ചിൽ തന്നെ ഉള്ളൂ എന്നാണ് ഓഫീസറും പറയണത്. ഇതിനൊരു തീരുമാനം എടുത്തിരിക്കണം. ഞങ്ങൾക്ക് പേടിച്ചിട്ട് ഞങ്ങളെവിടെയെങ്കിലും ഓടി രക്ഷപ്പെടാം. കൊച്ചു കുട്ടികളെയും കൊണ്ട് ഇങ്ങോട്ട് പോകും. വയസ്സായ അമ്മമാർ വടിയും കുത്തി പിടിച്ചുകൊണ്ട് നടക്കണ മിക്ക ആൾക്കാർക്കും നേര്യമംഗലം സിറ്റിയിലും ഈ ആവോൽച്ചാൽ ഫോറസ്റ്റുകാർക്കും എല്ലാ ആൾക്കാർക്കും അറിയാം. ഇവിടെ വയസ്സായ തള്ളന്മാർ 3-4 തള്ളന്മാരുണ്ട്. ഇവരെ എങ്ങോട്ട് എടുത്തുകൊണ്ട് പോകും. ഞങ്ങൾ ഓടി രക്ഷപ്പെടാം. കുഞ്ഞുമക്കളെ ഈ തള്ളേനെ കാര്യം നമ്മൾ നോക്കണമല്ലോ. ആന രായമ്മയുടെ വീടിൻ്റെ പുറകെ കയറി വന്ന് ആന അവിടെ നിന്നു. എന്നിട്ട് ഇവിടുന്ന് ആൾക്കാരെല്ലാം കൂടി പാറപ്പുറത്ത് കയറി ഇന്ന് കുറേ ആൾക്കാർ പാറപ്പുറത്ത് കയറി കിടന്ന് ഉറങ്ങി പേടിച്ചിട്ട് കുഞ്ഞുങ്ങളും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. ആനയെ ഓടിക്കട്ടെ, ആന അങ്ങോട്ട് പോകുമ്പോൾ ആന ഇങ്ങോട്ടാണ് വരുന്നത്. അത് പറഞ്ഞ് ഫോറസ്റ്റുകാർ വന്നു പറഞ്ഞു കുറച്ചെന്ന് വെച്ച് പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ അങ്ങോട്ട് നാട്ടുകാരുടെ കൂടെ ആന വന്നിട്ടുണ്ട്, അതിനെ ഓടിക്കാൻ ഞങ്ങൾ വന്നും പറഞ്ഞ് അവർ ഒട്ടത്തന്നെ വിട്ടുപോയി. 2:30 നീണ്ടപാറയിൽ നിന്ന് ഫോറസ്റ്റുകാർ ഇവിടെ വന്നു. കരിമണ്ണിൽ നിന്ന് ഫോറസ്റ്റുകാർ ഇവിടെ വന്നു ഓടിച്ചു. ആനയെ ഓടിച്ചു വിട്ടു. ആന ഇതിലെ കുറുക്ക് കയറി ഇങ്ങനെ പോയിട്ടൊന്നും അറിയത്തില്ല കേട്ടോ. ഞങ്ങൾക്ക് പേടിച്ചിട്ടാണ് ഞങ്ങൾക്ക് കിടക്കാൻ പറ്റുന്നത്. നല്ലൊരു വീട് പോലും ഇല്ല. ഇതുങ്ങൾ കയറി വന്ന് പടുതാക്കാൻ ഉള്ളിൽ കയറി ചവിട്ടിക്കുന്ന വെച്ച് സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്വം ഇല്ല. ഫോറസ്റ്റുകാർക്ക് എത്ര വലിയൊരു ഉത്തരവാദിത്വം ഇല്ല.